പശ്ചിമേഷ്യയിൽ തീ ആളിക്കത്തുകയാണ്. ഇറാൻ തിരിച്ചടിച്ചു തുടങ്ങി. അമേരിക്കയും ഇസ്രായേലും കൂടി സംയുക്തമായി നടത്തിയ ആക്രമണം ഇറാന്റെ ടെഹ്റാനിൽ തുടങ്ങിയിരുന്നു. പിന്നീട് ഇസ്രായേൽ ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇറാൻ തിരിച്ചടിക്കുന്നത് എപ്പോഴാണ് എന്ന് നോക്കിയിരിക്കുകയായിരുന്നു. ഇറാൻ തിരിച്ചടിച്ചു. ഇപ്പോൾ അറബ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ടാണ്. കാരണം അറബ് ലോകത്താണ് അമേരിക്കയുടെ ശക്തമായ സൈനിക താവളങ്ങൾ ഉള്ളത്. ബഹ്റിനിൽ നിന്ന് ഇറാൻ തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. ഖത്തറിലും ഒക്കെ സുരക്ഷ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സൈറൻ മുഴങ്ങിയിട്ടുണ്ട്. ഇസ്രായേലിലും സൈറൻ മുഴങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറാൻ തുടങ്ങിക്കഴിഞ്ഞു അല്ലേ? ഇറാൻ തിരിച്ചടിച്ചു തുടങ്ങി. ഇസ്രായേൽ, നമ്മൾ കേട്ട വാർത്തകൾ അനുസരിച്ച് ഇസ്രായേൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തന്നെ ലക്ഷ്യം വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചാണ് മിസൈലുകൾ പതിപ്പിച്ചത്. അതായത് ഖമേനിയുടെ ഓഫീസ്, ഖമേനി ഇരിക്കുന്ന ഇടം, ഖമേനി ഇപ്പോൾ എങ്ങോട്ടോ ഖമേനിയെ മാറ്റിയിരിക്കുന്നു. അതായത് ഖമേനിയെ പറ്റി വ്യക്തതയില്ല. അതുപോലെ തന്നെ ഇറാൻ പ്രസിഡന്റിൻ്റെ ഓഫീസും ലക്ഷ്യം വെച്ചിരുന്നു എന്നുള്ള രീതിയിലേക്ക് വാർത്തകൾ വരുന്നുണ്ട്. ഇസ്രായേൽ സൈനിക താവളങ്ങളും, അതായത് പ്രധാനപ്പെട്ട ഇറാന്റെ തലസ്ഥാനം ഉൾപ്പെടെ ഉള്ളവിടത്തേക്കാണ് മിസൈൽ വർഷം നടത്തിയത്. അപ്പം ഇറാൻ പറഞ്ഞിരുന്നത് പോലെ തിരിച്ചടിക്കും, ശക്തമായ തിരിച്ചടി നൽകും എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞിരുന്നു. അത് ആദ്യം ഇസ്രായേൽ തന്നെയായിരിക്കും. ഇസ്രായേൽ തുടങ്ങിയെങ്കിലും ഇറാന്റെ തിരിച്ചടി ഇസ്രായേലിലാണ് ആദ്യം തുടങ്ങിയിരിക്കുന്നത്. ഏതാണ്ട് 75ഓളം മിസൈലുകൾ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചു വന്നിരുന്നു. അതിൽ ഇസ്രായേൽ മിസൈലുകൾ പതിച്ചിരുന്നു എന്ന് ഇറാൻ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. മിസൈലുകളെ പ്രതിരോധിച്ചു എന്നുള്ള രീതിയിൽ ഇസ്രായേൽ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ സൈറൻ അവിടെ മുഴങ്ങി എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഈ സമയം തന്നെ സൈനിക താവളങ്ങൾ, അമേരിക്കയുടെ സൈനിക താവളങ്ങൾ, GCC രാജ്യങ്ങളിലുള്ള സൈനിക താവളങ്ങൾ, അതായത് ബഹ്റിനിൽ വൻ സ്ഫോടനം, അതിൻ്റെ വ്യക്തമായ അല്ലെങ്കിൽ അതിൻ്റെ വ്യക്തത വരുത്തിയുള്ള റിപ്പോർട്ടുകൾ, ആളപായമുണ്ടോ, എത്ര പേർ മരിച്ചു, അല്ലെങ്കിൽ സ്ഫോടനത്തിൻ്റെ തീവ്രത എത്രത്തോളം അവിടെ ഉണ്ടായിട്ടുണ്ട്, അതിനെ പ്രതിരോധിച്ചിട്ടുണ്ടോ, മിസൈൽ പ്രതിരോധിച്ചിട്ടുണ്ടോ എന്നതിനെ പറ്റി അറിയത്തില്ല. അതായത് പ്രധാനപ്പെട്ട ഖത്തറിലും അല്ലെങ്കിൽ ബഹ്റിനിലും ഒക്കെയുള്ള സൈനിക താവളങ്ങൾ ഒരുപക്ഷെ ഇറാൻ ലക്ഷ്യം വയ്ക്കും ഇസ്രായേലിൻ്റെ കൂടെ തന്നെ എന്ന് പറയേണ്ടി വരും. ഇതിനകത്ത് ഈ ഓപ്പറേഷൻസിന് എല്ലാവരും പേരിട്ട് കഴിഞ്ഞു. അതായത് പേരിട്ട് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ യുദ്ധം നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഓപ്പറേഷന് എന്ത് പേര് വേണം എന്നുള്ള കാര്യം നേരത്തെ തീരുമാനിച്ചിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. അതിനകത്ത് ഇസ്രായേൽ ഇട്ടിരിക്കുന്ന പേര് ലയൺസ് റോർ, സിംഹഗർജനം അല്ലേ? അതുപോലെ അമേരിക്കയുടെ എപ്പിക്സ് ഹൂറി, ഇറാൻ തിരിച്ചടിക്ക് ഇട്ടേക്കുന്ന പേര് ഫത്തെ ഹൈബർ. അപ്പം ഈ പറയുന്നത് പോലെ നമ്മൾ ലോകം ഞെട്ടുന്നത് പോലെ അല്ലെങ്കിൽ വിചാരിക്കുന്നത് പോലെ ദേശീയ മാധ്യമങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ ഈ പറയുന്ന ഈ യുദ്ധം ദീർഘകാല അടിസ്ഥാനത്തിൽ നിൽക്കുന്നതിനും അല്ലെങ്കിൽ കൂടുതൽ ദിവസം നിൽക്കുന്നതിനും ഇത് GCC രാജ്യങ്ങളിൽ മൊത്തം വ്യാപിക്കുന്നതിനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ ജോലി ചെയ്യുന്ന GCC രാജ്യങ്ങളിൽ യുദ്ധം വ്യാപിക്കുന്ന ഒരവസ്ഥ വന്നാൽ അവർക്കുൾപ്പെടെ അവിടെ സുരക്ഷിതത്വമില്ലായ്മ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് വേണം കരുതാൻ. അപ്പം ഇതിനകത്ത് ഇസ്രായേൽ പറയുന്ന യാതൊരു കാരണവശാലും ഇറാൻ ആണവായുധം ഉപയോഗിക്കാനോ അത് നിർമ്മിക്കാനോ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഇറാനെ വിട്ടുകൊടുക്കുന്ന ഒരു രീതി ഇല്ല. അതായത് രണ്ടും കൽപ്പിച്ച് ഇറാനും വിട്ടുകൊടുക്കുന്ന രീതിയിൽ ഇറാന്റെ ഇതുമായിട്ടുള്ള ചർച്ച നടത്തുമ്പോൾ ഈ പറയുന്ന ഇറാൻ പാലിക്കേണ്ട നിയമങ്ങൾ ഒരു പരിധിക്കപ്പുറം അത് പാലിച്ച് മുന്നോട്ട് പോകുന്നതിനോ ഒരുപക്ഷെ അമേരിക്ക ഉൾപ്പെടെ ഇസ്രായേൽ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങളുടെ തിട്ടൂരത്തിനനുസരിച്ച് നിന്നു കൊടുക്കുന്നതിനോ സാധ്യമല്ല. ഏതൊരു രീതിയിലുള്ള പ്രത്യാക്രമണവും ആക്രമണത്തിന് തിരിച്ചടിയും ഒക്കെ ഉണ്ടാകും എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ വാർത്തകൾ പറയുകയാണെങ്കിൽ നേരത്തെ തന്നെ ഈ ഹോർമൂസ് കടലിടുക്കിൽ ചില സംഭവ വികാസങ്ങൾ ഉണ്ടായി. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഏകദേശം യുദ്ധ വിമാനവാഹിനി കപ്പലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ തരത്തിൽ അമേരിക്കയും ഇസ്രായേലും ഒക്കെ നേരത്തെ തന്നെ ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിയില്ല എങ്കിൽ കൃത്യമായ മറുപടി നൽകും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇറാൻ ചില ചർച്ചകൾക്കൊക്കെ മുതിർന്നെങ്കിലും ആ ചർച്ചകളൊന്നും വിജയകരമായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേൽ കണക്ക് കൂട്ടിയിരുന്നു എന്ന് വേണം കരുതാൻ അല്ലേ? അല്ല, ഇസ്രായേലും അമേരിക്കയും ചർച്ച നടത്തുന്നത് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമായിരുന്നു. അവർ നേരത്തെ തീരുമാനിച്ചിരുന്നത് പോലെയാണ്. കാരണം നമ്മൾ ഈ ചർച്ച എന്ന് പറയുമ്പം ചർച്ചയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ഈ പറയുന്ന
എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നതും അല്ലെങ്കിൽ അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായിട്ടുള്ള യുദ്ധക്കപ്പലുകളും അതിൻ്റെ കൂടുള്ള യുദ്ധക്കപ്പലുകളും ഏതാണ്ട് ഒരു വലിയ യുദ്ധസന്നാഹം ഈ പറയുന്നത് പോലെ ഒരുക്കുന്നു അമേരിക്ക. ഓരോ ദിവസവും ചർച്ച നടക്കുമ്പോഴും അല്ലെങ്കിൽ തീരുമാനം ഉണ്ടാകുമ്പോഴും പരസ്പര നേതാക്കന്മാരുടെ പ്രസ്താവനകളിൽ നിന്നും ഒക്കെ മനസ്സിലാവുന്നത് എന്ത് ചർച്ച നടത്തിയാലും ഇറാനെ ആക്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. അതിനകത്ത് ഒരുപക്ഷെ ഓരോ ദിവസവും ഇപ്പം തുടങ്ങുമോ എന്നുള്ള രീതിയിൽ ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും ചർച്ച കഴിഞ്ഞതിന് ശേഷവും യുദ്ധം ഉണ്ടാക്കണമെന്ന് അമേരിക്കയ്ക്ക് താല്പര്യമില്ല, എന്നാൽ അത് സംഭവിച്ചേക്കാം എന്നുള്ള രീതിയിൽ ട്രംപ് സംസാരിക്കുന്നു. ഈ നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോകുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഒരുപക്ഷെ അസാധാരണമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് നെതന്യാഹു അമേരിക്കയിൽ പോകുകയും അമേരിക്കയിൽ ട്രംപുമായിട്ട് ചർച്ച നടത്തുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്യുന്നു. അതിനുശേഷം ഇന്നലത്തെ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏത് സമയവും യുദ്ധമുണ്ടാകുന്ന രീതിയിലേക്കുള്ളൊരു ഡെവലപ്മെൻറ്റ്സ് ആയിരുന്നു. അതായത് വ്യോമത്താവളങ്ങൾ വലിയ വലിപ്പത്തിൽ GCC രാജ്യങ്ങൾ, അതിൽ ഖത്തറിലും അല്ലെങ്കിൽ ബഹ്റിനിലും ഒക്കെ ഉള്ളപ്പോഴും, അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ടുള്ളപ്പോൾ ഈജിപ്റ്റ് ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങൾ ഉള്ളപ്പോൾ അവിടെ നിന്നൊക്കെ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഫ്ലൈറ്റർ ജെറ്റുകളൊക്കെ 30 കൊല്ലം സംഭവിക്കാത്ത രീതിയിൽ അത് ഹോൾഡ് ചെയ്യുന്നതിന് ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുന്നു അമേരിക്ക, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമ്മൾ കണ്ടത്. അതായത് ഈ പറയുന്ന യുദ്ധം ആരംഭിക്കാനും അല്ലെങ്കിൽ യുദ്ധം തുടങ്ങാനും ഇസ്രായേലും അമേരിക്കയും സംയുക്തമായിട്ട് തീരുമാനിക്കുകയും അതിനകത്ത് യുദ്ധം വേണ്ടാന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ GCC രാജ്യങ്ങൾ ഉൾപ്പെടെ ഞങ്ങളുടെ സൈനിക താവളങ്ങൾ അമേരിക്കയ്ക്ക് ഇറാനുമായിട്ട് യുദ്ധം ചെയ്യാൻ എടുക്കാൻ പാടില്ല എന്ന കർക്കശ നിലപാടിൽ നിൽക്കുമ്പോൾ അതൊന്നും വേണ്ട, ഞങ്ങളുടെ കപ്പൽപ്പട ഉപയോഗിച്ചും ഇസ്രായേൽ കേന്ദ്രീകരിച്ചും യുദ്ധം നടത്തിക്കോളാം, അങ്ങനെ യുദ്ധം ചെയ്യാൻ സാധിക്കും, അങ്ങനെ യുദ്ധം നടത്തിയാൽ പോലും ഇറാനെ കീഴ്പ്പെടുത്താൻ സാധിക്കും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ആലോചനയും അത്തരത്തിലേക്കുള്ള ഒരു യുദ്ധതന്ത്രവും ഒക്കെ ഇവർ മെനഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഇതിനകത്തൊന്ന് മനസ്സിലാവുന്നത്. അതായത് ഈ യുദ്ധം തുടങ്ങിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നറിയാം. ഇറാനിന്റെ കയ്യിലിരിക്കുന്ന മിസൈലിന്റെ വമ്പൻ ശേഖരം അറിയാം. ഒരുപക്ഷെ ഇറാനിനകത്തേക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മൾക്ക് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത അനുസരിച്ച് ചൈന ഉൾപ്പെടെ ഉള്ളിടത്തു നിന്ന് മേടിച്ചിരിക്കുന്ന മിസൈലുകൾ, അല്ലെങ്കിൽ മേടിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന മിസൈലുകൾ, ഇത് അമേരിക്ക വരെ കവർ ചെയ്യാൻ പറ്റുന്ന ദൂരപരിധിയുള്ള മിസൈലുകളാണ്. അതുപോലെ റഷ്യയുമായിട്ട് ഈ പറയുന്ന സംഘർഷം ഉടലെടുത്ത സമയം തൊട്ട് ഹോർമുസ് കടലിടുക്കിൽ ഉൾപ്പെടെയുള്ള സൈനിക അഭ്യാസത്തിന് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ റഷ്യയുടെ ഭാഗം നിന്ന് ഇറാൻ സംസാരിക്കുന്നു, അല്ലെങ്കിൽ റഷ്യയോട് സംസാരിക്കുന്നു, പുടിനുമായിട്ട് സംസാരിക്കുന്നു. അതിനകത്തൊന്ന് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറാന് ഈ സപ്പോർട്ടുകൾ ഒരുപക്ഷെ ചൈനയുടെ ഭാഗത്തു നിന്നും റഷ്യയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നു. യുദ്ധമുണ്ടായാൽ ഈ പറയുന്ന രാജ്യങ്ങളുടെ ഒക്കെ സഹായം, അതായത് റഷ്യയുമായിട്ട് കേൾക്കുന്നത് ശരിയാണെങ്കിൽ രഹസ്യമായിട്ട് ഒരു ആയുധ കരാർ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇറാൻ നടത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ്. അതായത് യുദ്ധമുണ്ടായാൽ ഇറാൻ മാത്രമായിരിക്കത്തില്ല, ഇറാന്റെ ഭാഗത്ത് റഷ്യ ഉണ്ടാകും, ചൈന ഉണ്ടാകും, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കടന്നു കയറ്റം ശരിയല്ല എന്നുള്ള അഭിപ്രായത്തിൽ ഇന്ത്യയിൽ നിൽക്കുന്ന ഒരവസ്ഥ. ആ അവസരത്തിൽ തന്നെ ഇന്ത്യ ഇസ്രായേൽ പോയി ഇസ്രായേലുമായിട്ട് വലിയ കരാറുകൾ ഒപ്പിടുകയും ഇസ്രായേലുമായിട്ട് ചില രഹസ്യ ധാരണകൾ, അത് ഒരുപക്ഷെ വെളിയിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള രഹസ്യ ധാരണകൾ ഒക്കെ നടത്തി തിരിച്ചു വന്നതിന് ശേഷമാണ് യുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ യുദ്ധം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ മണ്ണിൽ ചെന്ന് അവരുമായിട്ട് ഉള്ള, അല്ലെങ്കിൽ ആ ഇസ്രായേൽ സന്ദർശിക്കുന്നതിനുള്ള അവസരം ഒരുക്കിയതിന് ശേഷം അത് കഴിഞ്ഞിട്ട് മതി എന്നൊരു പക്ഷേ ഇസ്രായേൽ തീരുമാനിച്ചിരുന്നോ എന്ന് വേണം കരുതാൻ. അമേരിക്കയുടെ സമ്മർദ്ദം ഉണ്ടായണക്കെ പോലും ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അവിടെ ചെല്ലുന്നതിനകത്ത് വലിയ അർത്ഥമുണ്ട്. അതിനകത്ത് വലിയൊരു മെസ്സേജ് ഇൻഡയറക്റ്റ് ആയിട്ട് ലോകത്തിന് കൊടുക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ താല്പര്യപ്പെട്ടിരുന്നോ, അതിന് കാത്തിരുന്നോ എന്നുള്ള രീതിയിലേക്കൊക്കെ നമ്മൾക്ക് വിചാരിക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ ബഹ്റിനിൽ സ്ഫോടക ശബ്ദമുണ്ടായി, ഖത്തറിൽ ജനങ്ങളോട് സുരക്ഷിതരായിരിക്കാൻ പറയുന്നു, ഇസ്രായേലിൽ സൈറാൻ മുഴങ്ങി, ഇറാൻ അടി തുടങ്ങി എന്നുള്ളതാണ്, അതായത് തിരിച്ചടി തുടങ്ങി എന്നുള്ളതാണ്. ഇറാനിലും ഇന്ത്യക്കാരുണ്ട്, ഇസ്രായേലിലും ഇന്ത്യക്കാരുണ്ട്, ബഹ്റിനിലുമുണ്ട്, ഖത്തറിലുമുണ്ട്. ഇന്ത്യക്കാരുടെ കാര്യത്തിൽ ഇന്ത്യക്ക് സ്വാഭാവികമായ ഒരു ആശങ്കയുണ്ടാകും. നിങ്ങൾ സുരക്ഷിതരായിരിക്കണം എന്ന് ഇന്ത്യൻ ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്കാർ അവിടെ ഇപ്പോൾ ഈ എല്ലാ രാജ്യവുമായും ഇന്ത്യ വളരെ സൗഹൃദത്തിലാണ്. ഇറാനുമായും സൗഹൃദമുണ്ട്, ഇസ്രായേലുമായും സൗഹൃദമുണ്ട്,
ബഹ്റൈനുമായും GCC രാജ്യങ്ങളുമായും ഇന്ത്യക്ക് സൗഹൃദമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പൗരന്മാരുടെ കാര്യത്തിൽ എന്തെങ്കിലും ആശങ്കയുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആശങ്കയ്ക്ക് എന്തെങ്കിലും വകയുണ്ടോ? അല്ല, ഇന്ത്യൻ പൗരന്മാരെ വേർതിരിച്ചിപ്പോ ആക്രമിക്കുന്ന സാധ്യതയൊന്നും ഇല്ലല്ലോ. പക്ഷെ രണ്ടാമത് ഒരു യുദ്ധം അതേ പ്രതിസന്ധിയിലായി കഴിഞ്ഞാൽ ആ യുദ്ധത്തിനകത്ത് പിന്നെ നിയന്ത്രണാതീതമായി കഴിഞ്ഞാൽ അവിടുത്തെ കാഷ്വാലിറ്റിക്കകത്ത് ഇന്ത്യൻ ജനതയും ഉണ്ടാകാം. അപ്പോൾ ആ രീതിയിലേക്ക് വരുമ്പോൾ മറ്റു പല യുദ്ധങ്ങൾക്കകത്ത് നടന്നതുപോലെ ഇന്ത്യ ഇടപെട്ട് അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമം എപ്പോഴും ഉണ്ടാകും. അതിനകത്ത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് ലോകരാജ്യങ്ങൾക്കൊക്കെ പല യുദ്ധങ്ങളിലും സാധിക്കാത്തതുപോലെ ഇന്ത്യക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ നയതന്ത്രം കൊണ്ട് ഒരുപക്ഷെ ഇതന്നെ പറഞ്ഞ ഒരു രീതി വെച്ച് നമ്മളുടെ ഒരു ബന്ധം വെച്ചിട്ട്. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു നീക്കുപോക്ക് ഒരുപക്ഷെ ഈ GCC രാജ്യങ്ങളിൽ നിന്നും ഒരുപക്ഷെ ഇസ്രായേലിൽ നിന്നും ഇറാനിൽ നിന്ന് പോലും ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകും എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. ഏതായാലും ഇത് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഏതാണ്ട് നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. അതായത് ഇസ്രായേലിൻ്റെ ഭാഗത്തും അമേരിക്കയുടെ ഭാഗത്തും നിൽക്കുന്ന അല്ലെങ്കിൽ യുദ്ധം അവരുടെ ഭാഗത്തു നിന്ന് ഇറാനിനെതിരെ യുദ്ധം ഉണ്ടാകുമ്പോൾ ഇറാൻ്റെ ഭാഗത്ത് ഈ പറയുന്ന റഷ്യയും ചൈനയും ഒക്കെ പരസ്യമായിട്ടും അല്ലെങ്കിൽ രഹസ്യമായിട്ടും അവരെ സഹായിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ അതൊരു വല്ലാത്തൊരു സംഘർഷത്തിലേക്കും വലിയ കുഴപ്പത്തിലേക്കും ഒക്കെ പോകും. ഹോർമിസ് കടലിടുക്ക് ഒക്കെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കയ്യിലേക്ക് മാറുന്നൊരവസ്ഥ വന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഈ ഊർജ്ജ പ്രതിസന്ധി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യക്കല്ല, ലോകത്തുടനീളം. കാരണം അതിലേക്കൂടെ ആണല്ലോ ഏതാണ്ട് 60% വരുന്ന ഇന്ധനത്തിൻ്റെ ഒരു പോക്കും വരവും ഒക്കെ ഉള്ളത്, ഗ്യാസിൻ്റെയൊക്കെ. അപ്പം അതൊക്കെ ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകും. ഏതായാലും ലോകം മൊത്തവും ആശങ്കയിലും അല്ലെങ്കിൽ പ്രതിസന്ധിയിലും ഒക്കെ ആകുന്ന രീതിയിലേക്കുള്ള ഒരു യുദ്ധത്തിൻ്റെ തുടക്കമാണ് ഈ വന്നിരിക്കുന്നത്. ഏതായാലും തുടക്കം മോശമായിട്ടില്ല. ഇസ്രായേൽ അടിച്ചിരിക്കുന്നു, ഇറാൻ ശക്തമായിട്ട് തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു. അത് ഇസ്രായേൽ ഉൾപ്പെടെ GCC രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.